പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമുക്ക് ഒരു വചനചിന്തയിലേക്ക് പോകാം. അതിന് ആധാരമായി ഞാൻ വായിക്കുന്ന വചനം ഗലാത്യർ 4:26. പരിശുദ്ധാത്മാവ് നമ്മുടെ അമ്മയാകുന്നു എന്നുള്ളത് ആണ് നമ്മുടെ വിഷയം. നമ്മുടെ അമ്മയുമാണ്, അപ്പനുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യർ 4:26. But Jerusalem, which is above, is free, which is the mother of us all. എന്ന് പറഞ്ഞാൽ, ഉയരെയുള്ള യെരൂശലേമോ, മീതെ നിന്നുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ഇമ്പസ്വരം കേൾക്കുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നല്ല ഇൻറ്റൻഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ അറ്റൻഷൻ ഉണ്ടായിരിക്കണം. ഫുൾ അറ്റൻഷൻ ദൈവത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദത്തിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം. അപ്പം ഫുൾ അറ്റൻഷൻ ദൈവശബ്ദത്തിൽ. ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ സ്വരത്തിൽ എന്നാണ്. ശബ്ദമെന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഈ മേശപ്പുറത്ത് തട്ടി, അത് നോയിസാണ്. വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നതാണ് ശബ്ദം, സ്വരം. അപ്പം ദൈവത്തിൻ്റെ ഇമ്പസ്വരം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അമ്മയുടെ ഇൻപസ്വരം, ആ അമ്മയുടെ ഇൻപസ്വരം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമ്മുടെ ദൈവം പിതാവാകുന്നു. ദൈവം നമ്മുടെ പിതാവ് മാത്രമല്ല, നമ്മുടെ സർവസ്വവുമാകുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിടെ ഞാൻ ബട്ട് ജെറുസലേം വിച്ച് ഈസ് എബോവ് all, above is free, but Jerusalem which is above is free. മേളിലെ യെരൂശലേമേ സ്വതന്ത്രയാകുന്നു എന്ന് പറയുന്നത് മറ്റൊരു സബ്ജക്റ്റാണ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് പിന്നെ ഒരിക്കൽ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വിച്ച് ഈസ് മദർ ഓഫ് അസ് ഓൾ, നമ്മുടെ എല്ലാ മാതാവ്, ആത്മാവിൽ ജനിക്കപ്പെട്ടവരിലെ എല്ലാവരുടെയും മാതാവാകുന്നു പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ 3:5-6 ഇങ്ങനെയാണ് പറയുന്നത്: ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കണം. അപ്പം വെള്ളത്തിൽ ജനിക്കണം. ഞാൻ സ്നാനത്തെക്കുറിച്ചല്ല പറയുന്നത്, അതൊരു മറ്റൊരു ഘടകമാണ്. എന്നാൽ വെള്ളത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ, വെള്ളത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ വാട്ടർ ബർത്ത്. ഹല്ലേലൂയ. ഏറ്റവും സുഖമുള്ളൊരു ബർത്താണ് വാട്ടർ ബർത്ത്. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്താൽ ജനിക്കുക, വെള്ളത്തിൽ ജനിക്കുക എന്നുള്ളത് പോലെ തന്നെ വെള്ളത്താൽ ജനിക്കുകയും വെള്ളത്താലും ജനിക്കുക. അപ്പം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഉൽപ്പത്തിയിൽ കാണാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നിങ്ങൾ ഉൽപ്പത്തി എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇന്ന് കാണുന്ന വെള്ളമാണെന്ന്. അതല്ല. കാരണം വെള്ളത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആകാശവും ഭൂമിയും സമുദ്രവും എല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നുവെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്നും, ജഡത്താൽ ജനിച്ചതും
എല്ലാം ജഡവും ആത്മാവിൽ ജനിച്ചത് ആത്മാവുമാകുന്നു. അപ്പം ആത്മാവിൽ ജനിച്ചത്, അപ്പം ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻറ്റിങ്ങിനെ കാണിക്കുന്നു, നമ്മുടെ പിതൃത്വത്തെയും മാതൃത്വത്തെയും കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ പിതൃത്വത്തെയും മാതൃത്വത്തെയും കാണിക്കുന്നു. അപ്പോൾ ദൈവശബ്ദം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണെങ്കിൽ, അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ, നമുക്ക് ഏത് സ്വരവും നമ്മൾ കേൾക്കണമെങ്കിൽ നമുക്ക് ഒരു അറ്റൻഷൻ വേണം. ഇപ്പോൾ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ സ്വരം കേൾക്കുമ്പോൾ, എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ പല ശബ്ദങ്ങളുമുണ്ട്. ഞാൻ ഈ പല ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പല ശബ്ദത്തിലേക്കും ശ്രദ്ധ പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പലതും കേൾക്കും. അതിനു മുമ്പ് ആ ശബ്ദം അവിടെ ഇല്ലേ? ഉണ്ട്. എന്നാലും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താ? അറ്റൻഷനിലായി. അപ്പോൾ അറ്റൻഷനിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു ശബ്ദം കേൾക്കുന്നു, മറ്റുള്ള ശബ്ദങ്ങളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ കണ്ണിൻ്റെ നടുവിലായി തന്നെ നിങ്ങളുടെ മൂക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂക്കിനെ നമ്മൾ കണ്ടു. പക്ഷേ ഈ മൂക്കിനെ നമ്മളെപ്പോഴും നമ്മുടെ നടുവിൽ, രണ്ട് കണ്ണിൻ്റെ നടുവിൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഇതുപോലെയാണ് ശബ്ദങ്ങൾ പലത് കേൾക്കുന്നുണ്ടെങ്കിലും പലതിനെയും ഇഗ്നോർ ചെയ്ത് നമുക്ക് വേണ്ടിയ ശബ്ദം മാത്രം അറ്റൻഡ് ചെയ്താൽ, ശബ്ദമല്ല സ്വരമാണ്, ദൈവത്തിൻ്റെ സ്വരം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ സ്വരത്തിൽ മാത്രം നമുക്ക് അറ്റൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയോ? വചനം ഇങ്ങനെ പറയുന്നു, ആത്മാവ് നടത്തുന്ന ഏവരും. അപ്പോൾ ആത്മാവ് നടത്തുന്ന ഏവരും എന്തായിരിക്കും? ആത്മീയനായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണം. ഈ പ്രപഞ്ചത്തിൽ പല ശബ്ദവും ഉണ്ടായിരുന്നിട്ടും യേശു ഒരു ശബ്ദം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ഫുൾ അറ്റൻഷൻ യേശുവിന്, പിതാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം മാത്രമാണ് യേശു ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ മറ്റുള്ളതൊക്കെ കേട്ടില്ലേ? കേട്ടു. ഉൾക്കൊള്ളേണ്ടതിന് ഉൾക്കൊണ്ടില്ലേ? റിയാക്ട് ചെയ്യേണ്ടതിന് റിയാക്ട് ചെയ്തില്ലേ? റിപ്ലൈ കൊടുക്കേണ്ടതിന് റിപ്ലൈ കൊടുത്തില്ലേ? കൊടുത്തു. എന്നാലും പരിശുദ്ധാത്മാവിനനുസരിച്ചാണ്. ചിലരെ അഡ്രസ്സ് ചെയ്തു, ചിലരെ ഗ്ലോറിഫൈ ചെയ്തു, ചിലരെ ഓതറൈസ് ചെയ്തു, ചിലരെ തിരഞ്ഞെടുത്തു, ചിലരെ ഡ്യൂട്ടിക്കാക്കി വെച്ചു. ഒക്കെയും യേശു ചെയ്തെങ്കിലും ചിലർ വന്നു ആലോചനകൾ പറഞ്ഞു. എങ്കിലും യേശു ആരുടെ ശബ്ദം മാത്രമേ അറ്റൻറ്റീവായി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടത്? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി നമ്മുടെ ഇന്ത്യൻ വേൾഡ് കപ്പിൽ, ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പിൽ നിർണായ പങ്ക് വഹിച്ചു, ജയത്തിന് നിർണായ പങ്ക് വഹിച്ചു. അപ്പോൾ അതിനു മുമ്പായിട്ട് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സംഭവങ്ങളും, അവളുടെ മനസ്സിനെ ഇടിച്ചു കളയുന്ന, അവളുടെ കരിയറിനെ ഇടിച്ചു കളയുന്ന പല സംഭവങ്ങളും, പല സംഭാഷണങ്ങളും, പല ഗൂഢാലോചനകളും അവൾക്ക് നേരെ ഉണ്ടായിട്ടും അവൾ എന്ത് ചെയ്തു? അവളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടപ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിനൊത്തവണ്ണം, ഹല്ലേലൂയ, ആ സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ അവൾക്കത് എല്ലാവരുടെ അഭിപ്രായങ്ങളെ തെറ്റിച്ചുകൊണ്ട്, പലരുടെയും ശബ്ദങ്ങളെ, വാഗ്വാദങ്ങളെ, പദ്ധതികളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് അവൾ ജയിച്ചു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാര്യം, ഒരു പ്രഭാഷക പറയണം, ഒരു ടീച്ചറാണ്. ഞാൻ ടീച്ചർ ഇങ്ങനെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഒരു കുഞ്ഞ് ഉറിയടി മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ 4 വയസ്സ് മുതൽ 5 വയസ്സ് മുതൽ 7 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർ എല്ലാം ആ ഉറിയടി മത്സരത്തിൽ പങ്കെടുത്തു. എന്നാൽ പങ്കെടുത്തപ്പോൾ ഒരു കുഞ്ഞ് ബാലൻ ആണ് അത് ജയിച്ചത്, പലരും ജയിച്ചില്ല. അപ്പോൾ ആ കണ്ണുകെട്ടി ഉറി അടിക്കുന്ന സമയത്ത് പലരും ഉറി ഇവിടെയാണെന്ന് പറഞ്ഞ് ഇവിടെ അടി, വലത്തടി, ഇടത്തടി, മുമ്പോട്ട് പോ, ഇടത്തോട്ട് പോ എന്നൊക്കെ പറയുമ്പോഴും
ആ റെഫറി വിസിൽ ചെവി കൊണ്ട് ഊതിയിട്ടും പലരുടെയും ഇൻസ്ട്രക്ഷൻസും പലരുടെയും ഉപദേശങ്ങളും അവിടെ അലറി കേൾക്കുന്നുണ്ടെങ്കിലും ആ പയ്യൻ മിണ്ടാതെ നിൽക്കുകയും എന്നാൽ തക്ക സമയത്ത് ആ ഉറി അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അമ്മയുടെ സ്വരം കേട്ടു എന്നുള്ളതാണ്. എത്രയൊക്കെ നോയിസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും, എന്തെല്ലാം അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസ് ഉണ്ടായിരുന്നിട്ടും, എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് അവിടെ ഉണ്ടായിട്ടും, ലക്ഷ്യം തെറ്റിക്കുന്ന ഉപദേശങ്ങൾ ഉണ്ടായിട്ടും, ലക്ഷ്യം തെറ്റിക്കുന്ന ശബ്ദങ്ങൾ അപസ്വരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവൻ്റെ അമ്മയുടെ ശബ്ദത്തെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ അനാവശ്യ വോയിസുകളെയും ഇഗ്നോർ ചെയ്യാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് തന്നിരിക്കുകയാണ്? ആക്സെപ്റ്റ് ചെയ്യാനും എല്ലാ ശബ്ദവും നമുക്ക് കേൾക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. എന്നാൽ വേണ്ടിയ ശബ്ദത്തെ മാത്രം ആക്സെപ്റ്റ് ചെയ്യാനും ബാക്കിയുള്ളതിനെയൊക്കെയും ഇഗ്നോർ ചെയ്യാനും അവഗണിക്കാനുമുള്ള ഒരു എബിലിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവശബ്ദം കേൾക്കണമോ നമുക്ക്? ബാക്കി എല്ലാ ശബ്ദങ്ങളെയും ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞതും നമ്മുടെ തന്നെ മനസ്സിൽ നമുക്ക് തോന്നിയതായ പല ശബ്ദങ്ങളും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളോട് പറഞ്ഞ സകല ശബ്ദങ്ങളെയും ഇഗ്നോർ ചെയ്തുകൊണ്ട് ദൈവവചനത്തിലും ദൈവവും നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ഒരു അറ്റൻറ്റ് മൈൻഡ്, വളരെ ശ്രദ്ധയുള്ളൊരു മൈൻഡ് നമുക്കുണ്ടാക്കിയെടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇത് തന്നെയാണ് യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക. ഹല്ലേലൂയ, സ്തോത്രം. ജനനം മുതൽ ഹല്ലേലൂയ, സ്തോത്രം, ക്രൂശിലെ മരണത്തോളം അവൻ വളരെ ഫോക്കസീവായിരുന്നു, വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു. അത്രയും പൂർണ്ണമായ ഒരു അറ്റൻറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ആ പിതാവിനെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ശരീരത്തിലെ വിയർപ്പു തുള്ളികൾ രക്തമായി വീഴുന്നത് അല്ല യേശു ശ്രദ്ധിച്ചത്. പത്രോസിൻ്റെ അഡ്വൈസ് അല്ല, വെളിപാടുള്ള പത്രോസ്, ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയ പത്രോസിൻ്റെ അഡ്വൈസ് അല്ല യേശു ശ്രദ്ധിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറെന്ന് പറഞ്ഞ പത്രോസിൻ്റെ വോയിസ് അല്ല യേശു കർത്താവ് ശ്രദ്ധിച്ചത്. ക്രൂശിൽ കിടക്കുമ്പോൾ അതുവഴി പോയ ചിലർ പരിഹസിച്ചു. ആ പരിഹാസ സ്വരങ്ങളല്ല യേശു ശ്രദ്ധിച്ചത്. ക്രൂശിൽ കിടക്കുമ്പോൾ അതുവഴി പോയവർ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. നീ ദൈവപുത്രനെ എങ്കിൽ ഇറങ്ങി വാ, നിന്നെ തന്നെ രക്ഷിച്ച് നീ ഇറങ്ങി വാ, എന്നാൽ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. അപ്പം ആ ഒരു വോയിസിനെ, ഇൻസ്ട്രക്ഷനെ പോലും കൺസിഡർ ചെയ്തില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിലായിരിക്കുകയും പരിശുദ്ധാത്മാവിൽ വളരെ അറ്റൻറ്റീവായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അപ്പം വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദവും നമുക്ക് വേണ്ടിയുള്ളതല്ല, ഒരേ ഒരു ശബ്ദം മാത്രമാണ് നമുക്ക് വേണ്ടിയുള്ളത്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഇൻസ്ട്രക്റ്റീവ് വേർഡുകളാണ്. ആ ഇൻസ്ട്രക്റ്റീവ് വേർഡുകളാണ് നമ്മുടെ കൺസ്ട്രക്റ്റീവ് വേർഡുകൾ എന്ന് പറഞ്ഞാൽ ആ നിർദ്ദേശങ്ങൾ ആകുന്ന ആ മധുരസ്വരമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്, രൂപപ്പെടുത്തിയെടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇൻപസ്വരമാണ്. നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ ഫ്യൂച്ചറാവട്ടെ, നമ്മുടെ പൊസിഷനാവട്ടെ, ഏതിനെയും തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവ് ആകുന്നു. അപ്പോൾ ഞാൻ ആ
പറഞ്ഞ കഥയിലേക്ക് തന്നെ പോവുകയാണ്. എല്ലാ ശബ്ദങ്ങളും ഉണ്ടായിരുന്നിട്ടും അമ്മയുടെ ശബ്ദം. അപ്പോൾ പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും പറഞ്ഞെങ്കിലും അമ്മ തെറ്റിദ്ധരിപ്പിക്കില്ല. അമ്മയ്ക്ക് തൻ്റെ മകൻ ജയിച്ചേ മതിയാവുകയുള്ളൂ. ആ അമ്മയുടെ ശബ്ദം മാത്രം. പല വോയിസുകളുണ്ടെങ്കിലും പല നോയ്സുകളുണ്ടെങ്കിലും അമ്മയുടെ ശബ്ദം മാത്രം. അപ്പം അമ്മയുടെ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ അമ്മയുടെ വോയിസിൻ്റെ തരംഗം വളരെ കൃത്യമായി അറിഞ്ഞിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വോയിസ് തിരിച്ചറിയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നിരിക്കണം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയണം. പലരും നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞേക്കാം. ഒരു സമയത്ത് പറഞ്ഞേക്കാം നമ്മളാണ് യേശുവെന്ന്, ഒരു സമയത്ത് പറഞ്ഞേക്കാം നീയാണ് കള്ളനെന്ന്. നോട്ട് ആക്സെപ്റ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒന്നും നമ്മൾ എടുക്കാതെ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് പറയുന്നു അതെടുക്കാൻ തയ്യാറായാൽ അതാണ് നമ്മളെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, പണിയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയും ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പൊസഷനിലേക്കും നമ്മളെ കൈപിടിച്ച് നടത്താൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കൈ പൊക്കാമോ, അരകെട്ടാമോ, ദൈവം നിങ്ങളെ നടത്തും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കൈകളെയും ഹൃദയത്തെയും ദൈവത്തിലേക്ക് ഉയർത്തുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലെന്താ പറയുന്നതെന്നറിയോ? അവന് ഇഷ്ടമുള്ളിടത്തേക്ക് നടത്തും. അപ്പം അമ്മയുടെ ഇഷ്ടം എന്താ? മകൻ ജയിക്കണം. അമ്മയുടെ ഇഷ്ടം എന്താ? മകൻ ജയിക്കണം. ഇനി മറ്റൊരമ്മയുടെ കഥ പറയാം. യാക്കോബിന് ഒരമ്മയുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആ അമ്മ ഒരു മകൻ കാട്ടിലേക്ക് പോയിരിക്കുക. അപ്പോൾ ഈ മകന് അനുഗ്രഹം വരണം. അപ്പം അമ്മയ്ക്ക് പാർഷ്യാലിറ്റി ഉണ്ടോ? ഇല്ല. ആ മകന് കഴിവുണ്ട്. എന്തൊക്കെ കഴിവുണ്ട്? വേട്ടയാടാനും പിടിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. അപ്പം അപ്പൻ എന്തുണ്ട്? അപ്പനെ ഇത് കിട്ടിയാൽ അനുഗ്രഹിക്കുമെന്ന് അമ്മ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിൽ കയറി നിന്ന് എന്ത് ചെയ്തു? ബ്ലെസ്സിങ് മുഴുവൻ വാങ്ങിക്കൊടുത്തു. ആ മകൻ എന്താ ചെയ്തത്? അമ്മയുടെ വാക്കിന് അനുസരിച്ച് സ്റ്റെപ്പുകൾ വെച്ചു. അനുഗ്രഹത്തിന് വേണ്ടി അമ്മ പറഞ്ഞതുപോലെയാണ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. അമ്മ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ അപ്പനിൽ നിന്ന് അനുഗ്രഹം വരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, പിന്നെ ചെയ്യാം ആ വീഡിയോ എന്ന് പറഞ്ഞതിൽ മേലുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു എന്നത് ഇതിനോട് ചേർത്ത് അടുത്ത വീഡിയോയിൽ പറയാം. ഹല്ലേലൂയ. അത് ഇതുമായിട്ട് വളരെ ഇതുണ്ട്. അപ്പോൾ അമ്മ മുഖാന്തരം അമ്മയുടെ ഇൻസ്ട്രക്റ്റീവ് വേർഡ് കൺസ്ട്രക്റ്റ് ചെയ്തു. ആരെ? യാക്കോബിനെ കൺസ്ട്രക്റ്റ് ചെയ്തു, പണിഞ്ഞു. എന്ത് പണിഞ്ഞു? ബ്ലെസ്സിങ്ങിന് വേണ്ടി പണിഞ്ഞു. യോഗ്യതയുണ്ടോ? ഇല്ല. അപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. പക്ഷെ അമ്മ കൊടുത്തു. അമ്മ കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിന്നാൽ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് യോഗ്യതയില്ലാത്തത് നമ്മളിലേക്ക് വന്ന് ചേരും. വചനം ഇങ്ങനെ പറയുന്നു, നീ അധ്വാനിച്ചതിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കും. എന്നാൽ മറ്റൊരിടത്ത് വചനം ഇങ്ങനെ, നീ അധ്വാനിക്കാത്തതിന് നീ അനുഭവിക്കാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പം നമ്മൾ വെട്ടിയിട്ടില്ലാത്ത കിണറിൽ നിന്ന് ദൈവം വെള്ളം കുടിക്കാനുള്ള ബ്ലെസ്സിങ് ഒരുക്കി വച്ചിരിക്കുന്നു. നമ്മൾ പടുത്തുയർത്താത്ത ഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. നമ്മൾ യുദ്ധം ചെയ്ത് പിടിക്കാത്ത ഒരു രാജ്യത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ദ സിംഗിൾ വോയിസ്
the sweet voice that is Holy Ghost voice. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ്, ആരുടെ ശബ്ദം നമുക്ക് അനുകൂലമല്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് അനുകൂലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് പ്രതികൂലമായാൽ, ആ സ്വരം നമുക്ക് പ്രതികൂലമായാൽ പിന്നെ എന്ത് അനുകൂലമായിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാം, മറ്റെല്ലാ വോയിസുകളെയും ഇഗ്നോർ ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രപ്പ. കർത്താവേ, എന്നെ കേൾക്കുന്നവർ അവരുടെ രോഗങ്ങളുടെ റിസൾട്ടുകളുടെ നോയിസുകൾ അവരിൽ ക്യാൻസലായി പോകട്ടെ. ജപ്തി നോട്ട് കേസുകൾ ക്യാൻസലായി പോകട്ടെ. കടഭാരത്തിൻ്റെ എല്ലാ നോട്ടീസുകളും ക്യാൻസലായി പോകട്ടെ. എല്ലാ വാക്കുകളും ക്യാൻസലായി പോകട്ടെ. നിനക്ക് കഴിവില്ല എന്ന് പറയുന്ന എല്ലാ വോയിസുകളും ക്യാൻസലായി പോകട്ടെ. നിനക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്ന എല്ലാ വോയിസുകളും ക്യാൻസലായി പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രപ്പ. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഗുണീകരിക്കുന്ന, നമ്മളെ ക്വാളിഫൈ ചെയ്യുന്ന ആ വോയിസ്, ഇൻപസ്വരം കേൾക്കാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ചു തരുന്നപ്പ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ നിൻ്റെ ആടുകളൊക്കെയും, ഈ വീഡിയോ കാണുന്ന നിൻ്റെ ആടുകളൊക്കെയും നിൻ്റെ ഇൻപസ്വരം കേൾക്കുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അതിനനുസരിച്ച് ആ ബ്ലെസ്സിങ്ങിൻ്റെ കീഴിൽ, ആ കൺസ്ട്രക്റ്റീവ് വേർഡിൻ്റെ കീഴിൽ, കൺസ്ട്രക്റ്റീവ് ഇൻസ്ട്രക്ഷൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഐ ക്യാൻ ഫീൽ യുവർ പ്രസൻസ് ലോർഡ്. എൻ്റെ ഈ 2 കൈകളിലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കനം വന്നിരിക്കുന്നത് ഞാനിപ്പോൾ അറിയുന്നു. റബ ലബ റബ. അതുകൊണ്ട് തന്നെ ഞാനിത് സ്ക്രീനിൻ്റെ നേരെ നീട്ടുകയാണ്. കർത്താവേ, റബ ലബ ഷഗബാറ. യേശുവിൻ്റെ നാമത്തിൽ ഈ വീഡിയോ കാണുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ദൈവോദ്ദേശത്തിന് വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ എല്ലാ പൈശാചിക പദ്ധതികളും ക്യാൻസലാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.